പ്രശ്നങ്ങൾ പെരുപ്പിച്ചുകാട്ടി ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതിയാണെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എരുമേലിയിലെത്തിയവർ വെള്ളം, ഭക്ഷണം, ശൌചാലയം എന്നിവ ആവശ്യപ്പെട്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. അവിടെ അത്തരമൊരു പ്രശ്നമില്ല. അത് ബോധപൂർവം വിളിപ്പിക്കുന്ന മുദ്രാവാക്യമാണെന്നും മന്ത്രി ശബരിമല സന്ദർശനത്തിനിടെ പറഞ്ഞു. വിമർശനത്തോട് അസഹിഷ്ണുതയില്ലെന്നും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല ദർശനത്തിന് തിരക്കേറിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് സ്ത്രീകളും കുട്ടികളും കൂടുതലായി എത്തുന്നു. എണ്ണത്തിൽ 30% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഭിന്നശേഷിക്കാരും പ്രായമായവരും കൂടുതലായി എത്തിയത് മലക്കയറ്റം സാവധാനമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. 2015-ലും 15 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും ഇങ്ങനെയുള്ള പ്രതിഷേധമുണ്ടായിട്ടില്ല. തീർത്ഥാടനത്തെ മോശപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യൂ ഉണ്ടായ ചില സ്ഥലങ്ങളിൽ ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും മന്ത്രി സമ്മതിച്ചു. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തന്ത്രിയുമായും മേൽശാന്തിയുമായും ദേവസ്വം ബോർഡുമായും ചേർന്ന് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണം നടത്തും. എരുമേലി മുതൽ നിലയ്ക്കൽ വരെയുള്ള മറ്റു സ്ഥലങ്ങളിൽ എവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട്. ശബരിമലയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് സമരങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. ശബരിമല സംബന്ധിച്ച് വ്യാജ പ്രചാരണം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. സൈബർ സെൽ നടപടി ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അവധി ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളാണ് കഴിഞ്ഞ 7-8 തീയതികളിൽ അനുഭവപ്പെട്ടത്. വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് പരിമിതപ്പെടുത്തിയാലും മറ്റ് കാനനപാതകളിലൂടെയെല്ലാം അനേകായിരം ഭക്തരാണ് എത്തുന്നത്. ഇവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. നിലയ്ക്കൽ 500 വാഹനങ്ങൾക്ക് കൂടി അധികം പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്കുള്ള റൂട്ടിൽ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെ ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സുരക്ഷിത താവളങ്ങൾ സജ്ജമാക്കാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം കൊടുത്തു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 2 ആംബുലൻസ് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി ആരോഗ്യവകുപ്പിന്റെ പുതിയ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ സുരക്ഷാ സംവിധാനം സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യൂ കോംപ്ലക്സിലും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന എല്ലായിടത്തും ദേവസ്വവും മറ്റു വകുപ്പുകളും കൃത്യമായി ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വെള്ളവും ബിസ്ക്കറ്റും ഉറപ്പാക്കുന്നുണ്ട്. വലിയ തിരക്കുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതിൽ കൂടുതലായി ഒന്നും ശബരിമലയിൽ സംഭവിച്ചിട്ടില്ല. കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തും. ചിലർ മനഃപൂർവ്വം വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു. ബസ്സിൽ യാത്ര ചെയ്ത ഒരു കുട്ടി കരയുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എരുമേലിയിൽ നടന്നത് കുട്ടി അച്ഛനെ കാണാതെ ആശങ്കപ്പെട്ടതാണ്. മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.